മോശ മരിച്ചതിന് ശേഷം 5 ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു. അത് ഇസ്രായേൽ ചരിത്രത്തിന്റെ ഗതിയെ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു. മോശ മരിച്ചതിന് ശേഷം ഒന്നും തന്നെ സാധാരണ നിലയിലായിരുന്നില്ല. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. 120 വയസ്സുവരെ ഇസ്രായേൽ ജനത്തെ നയിച്ചതിന് ശേഷം മോശ നേബോ മലയിൽ കയറി. ദൂരെ നിന്ന് വാഗ്ദത്ത ദേശത്തെ കണ്ടു. അവിടെ വെച്ച് അവൻ മരിച്ചു. എന്നാൽ ഇതിനു ശേഷം ബൈബിളിൽ ഒരു സ്ഥലത്തും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു. മോവാബ് ദേശത്തെ ഒരു താഴ്വരയിൽ ദൈവം തന്നെ മോശയെ അടക്കം ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. അതായത് ദൈവം നേരിട്ട് മോശയുടെ ശരീരത്തെ അടക്കി. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ അടക്കിയ സ്ഥലം ഇതുവരെ ആരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. മോശ മരിച്ചതിന് ശേഷം ആത്മീയ തലത്തിൽ യുദ്ധമുണ്ടായെന്ന് യൂദാ പുസ്തകത്തിലെ 9-ാം വാക്യത്തിൽ പറയുന്നു. മോശയുടെ ശരീരത്തെ ചൊല്ലി മീഖായേലും പിശാചും തമ്മിൽ പ്രശ്നമുണ്ടായി. എന്നാൽ ആ ശരീരത്തോട് സാത്താൻ ഇത്ര താല്പര്യമുള്ളത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും ഇടാം. താല്പര്യമുള്ളവർ കാണുക. എന്നിട്ട് അവസാനം ദൈവം ആ ശരീരം മറച്ചുവെച്ചു. ഇന്ന് വരെ ഒരു പുരാവസ്തു ഗവേഷകനോ നിധി അന്വേഷകർക്കോ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും കഴിഞ്ഞില്ല. 3400 വർഷങ്ങളായിട്ട് ആ കല്ലറ ആരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ സംഭവം അവിടെയും അവസാനിക്കുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ നിയമത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. ഒരു മലയുടെ മുകളിൽ യേശു രൂപാന്തരപ്പെട്ട സമയത്ത് യേശുവിനോട് സംസാരിക്കാൻ വേണ്ടി മോശ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാൾക്ക് എങ്ങനെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ കഴിയും? ഇതിനെക്കുറിച്ചും വിശദമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ഇടാം. കാണാത്തവർ കാണുക. മോശ മരിച്ചു കഴിഞ്ഞു പിറ്റേന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിൽ സംഭവിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അസാധ്യമായ കാര്യം സംഭവിച്ചു. 40 വർഷങ്ങളിലും രാവിലെ എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് വീണ് കിടന്നിരുന്ന മന്ന പെട്ടെന്ന് ഇല്ലാതായി. ഇസ്രായേൽ ഇനിയിപ്പോൾ എങ്ങനെ അതിജീവിക്കും? പെട്ടെന്ന് സ്വർഗം അതിൻ്റെ കലവറകൾ അടച്ചതുപോലെയായിരുന്നു അത്. മോശ മരിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെ ഇസ്രായേൽ ജനം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കയ്യിൽ കൊട്ടകളെടുത്ത് അന്നത്തെ ഭക്ഷണം ശേഖരിക്കാൻ തയ്യാറായി അവരുടെ കൂടാരങ്ങളിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ നിലത്ത് ഒന്നും തന്നെ ഇല്ലായിരുന്നു. വെറും കല്ലും മണ്ണും മാത്രം. എല്ലാവരും ഞെട്ടി. പാളയത്തിലുണ്ടായിരുന്ന എല്ലാവരും പരിഭ്രാന്തരായി. ഇനി നാം എങ്ങനെ ജീവിക്കും? എല്ലാവരും തമ്മിൽ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. 40 വർഷം ആ സ്വർഗീയ അപ്പം, അതായത് നേരിയ തേനിൻ്റെ രുചിയുള്ള വെളുത്ത സാധനം ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശപ്പ് മാറ്റിയിരുന്നു. അത് ദൈവിക കരുതലിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു. അത് കിട്ടുവാൻ വേണ്ടി കൃഷി ചെയ്യേണ്ട, അധ്വാനിക്കേണ്ട, വിളവെടുക്കേണ്ട. അത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭക്ഷണമായി തന്നെ വരുന്നതാണ്. എന്നാൽ മോശ മരിച്ചിട്ട് വാഗ്ദത്ത ദേശത്തിൽ ആളുകൾ എത്തിയതിനു ശേഷം എല്ലാം മാറി. അവർ യോർദാൻ നദി മറിച്ചു കടന്ന ആ നിമിഷം തന്നെ മന്ന നിന്നുപോയി. ഇനി നിങ്ങൾക്കൊരു ദേശമുണ്ട്, അതിൽ കൃഷി ചെയ്യാൻ സമയമായി എന്ന് ദൈവം പറയുന്നത് പോലെയായിരുന്നു അത്. ഈ മാറ്റം വളരെ പാടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം ഉപയോഗിച്ച് ജീവിച്ചിരുന്ന ഒരു ജനത ഇപ്പോൾ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടി വന്നു. നേരത്തെയാണെങ്കിൽ ചുമ്മാ വെളിയിൽ പോയി ഭക്ഷണം എടുത്ത് വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നിലം ഉഴുതുമറിക്കണം, ചെടികൾ നടണം, നനയ്ക്കണം, എന്നിട്ട് കാത്തിരിക്കണം. മരുഭൂമിയിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത കൃഷി ഇപ്പോൾ അത്യാവശ്യമായി മാറി. അതൊരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. ഇത് കാരണം എല്ലാവരും യോശുവയ്ക്ക് നേരെ പിറുപിറുക്കാൻ തുടങ്ങി. പക്ഷേ യോശുവ ദൈവത്തിൽ ഉറച്ചു നിന്നു. വാഗ്ദത്ത ഭൂമി സമൃദ്ധിയിലും പാലും തേനും നിറഞ്ഞതുമായ ഒരു ദേശമാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ അതുമാത്രമല്ല, ചില ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. പിന്നത്തേതിൽ അവർ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അസാധാരണമായൊരു കാര്യം സംഭവിച്ചു. ആദ്യ വിളവെടുപ്പ് സമയത്ത് തന്നെ ഭൂമി യഥാർത്ഥത്തിൽ അവരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഗോതമ്പ് വളർന്നു, പഴങ്ങൾക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു, ഒലിവ മരങ്ങൾ കൂടുതൽ ഫലം കൊടുത്തു, ഒരുപാട് എണ്ണ ഉൽപ്പാദിപ്പിച്ചു. മന്ന നിർത്തി എന്ന് പറഞ്ഞാൽ ദൈവം അവരെ ഉപേക്ഷിച്ചു എന്നല്ല, ദൈവം അവരെ ഒരു പുതിയ കാലഘട്ടത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. അടുത്തത്, ദൈവം തൻ്റെ ജനവുമായി സംസാരിക്കുന്ന രീതി തന്നെ മാറി. 40 വർഷമായി മോശ ദൈവത്തോട് സംസാരിച്ചു. കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ അവൻ ദൈവത്തോട് സംസാരിച്ചു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായാൽ അവൻ മലയിൽ കയറി ഉത്തരങ്ങളുമായി തിരിച്ചു വരും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൻ സമാഗമന കൂടാരത്തിൽ പോയി ദിവ്യ മാർഗനിർദ്ദേശങ്ങളുമായി തിരിച്ചു വരും. മോശ മരിച്ചതോടെ ആ രീതി മാറി. പുതിയ നേതാവായ യോശുവയ്ക്ക് ഇതുപോലൊരു സ്വാതന്ത്ര്യം ദൈവത്തോട് ഇല്ലായിരുന്നു. അത് കാരണം ചില പ്രശ്നങ്ങളുണ്ടായി. ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആര് പറഞ്ഞു തരും? ആളുകൾ ചോദിക്കാൻ തുടങ്ങി. നമുക്ക് വേണ്ടി ദൈവത്തോട് ആരാണ് സംസാരിക്കുന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉരുവാകാൻ തുടങ്ങി. ആ സമയങ്ങളിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ദേശം എങ്ങനെ കീഴടക്കണം,
ഗോത്രങ്ങൾക്ക് അതെങ്ങനെ വിഭജിക്കണം, തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണം, മോശയില്ലാത്ത ഈ സമയത്ത് ആരാണ് അവർക്ക് ഉത്തരം തരുന്നത് എന്നൊക്കെ. അതിനുവേണ്ടി യോശുവയെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നാൽ അതൊരു തുടക്കം മാത്രമാണ്. അതിനുശേഷം ദിവ്യകാര്യങ്ങളുമായി ആശയവിനിമയം ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടമുണ്ടായി. അതാണ് പ്രവാചകന്മാർ. മോശയെപ്പോലെ അവർ ദൈവവുമായി നേരിട്ട് സംസാരിച്ചില്ല. അവർക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കേണ്ട സന്ദേശങ്ങളും കിട്ടി. ഇങ്ങനെ വന്നതിലുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരൊറ്റ ആളിൽ തന്നെ മാത്രം ഒതുങ്ങാതെ എല്ലാ ആളുകൾക്കും ദൈവവുമായി കൂടുതൽ വ്യക്തിപരമായ ബന്ധം വളർത്തിയെടുക്കാനുള്ള അവസരമുണ്ടായി. അടുത്തത്, മോശ മരിച്ചതിന് ശേഷം ഇസ്രായേൽ ഗോത്രങ്ങൾ തമ്മിൽ ആഭ്യന്തര യുദ്ധമുണ്ടാകാൻ തുടങ്ങി. വളരെ ഭയാനകമായിരുന്നു അത്. അത് ഇസ്രായേൽ എന്ന ദേശം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം ഒരു ബലിപീഠം. ഇതെല്ലാം ആരംഭിച്ചത് രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പകുതി ഗോത്രം എന്നിവരിൽ നിന്നാണ്. മോശ നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവർക്ക് യോർദാൻ നദിയുടെ കിഴക്ക് വശത്ത് ഒരു ഭൂമി കൊടുത്തിരുന്നു. അതിന് ചില നിബന്ധനകളും ഉണ്ടായിരുന്നു. അവർക്ക് ആ സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ കഴിയും. പക്ഷേ വാഗ്ദത്ത ഭൂമിയുടെ ബാക്കി ഭാഗം കീഴടക്കാൻ മറ്റു ഗോത്രങ്ങളെ സഹായിക്കണം. എങ്കിൽ മാത്രമേ അതിന് കഴിയൂ. അങ്ങനെ ആ ഗോത്രങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. അവർ യുദ്ധം ചെയ്തു, ആ കരാറിനെ മാനിച്ചു. വിജയിച്ചതിന് ശേഷം അവരവരുടെ ദേശത്തേക്ക് തിരിച്ചുപോയി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ ഗോത്രങ്ങൾ യോർദാൻ നദിക്കരയിൽ ഒരു വലിയ ബലിപീഠം പണിതു. മറ്റു ഗോത്രങ്ങൾ അത് കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. സമാഗമന കൂടാരത്തിലല്ലാതെ പുറത്ത് അവർക്കൊരു ബലിപീഠം പണിയാൻ എങ്ങനെ കഴിയും? ഇങ്ങനെ ചോദ്യങ്ങൾ പരകാൻ തുടങ്ങി. അത് കലാപം, വിഗ്രഹാരാധന, ദൈവത്തോടുള്ള വഞ്ചന എന്നതുപോലെ അവർക്ക് തോന്നി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു വലിയ സൈന്യം അവർക്കെതിരെ ഒത്തുകൂടാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആയുധധാരികൾ സ്വന്തം സഹോദരന്മാരെ ആക്രമിക്കാൻ തയ്യാറായി. അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കാൻ തുടങ്ങി. സാഹചര്യം ശാന്തമാകാൻ മോശയില്ലാതെ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അന്നത്തെ നേതാവായ യോശുവ തളർന്നുപോയി. ജനങ്ങൾ ഭിന്നിച്ചു. മരുഭൂമിയിൽ പതിറ്റാണ്ടുകളുണ്ടായിരുന്ന ഐക്യം ഇനി തകരുമെന്ന് അവർക്ക് തോന്നി. എന്നാൽ ആക്രമിക്കുന്നതിന് പകരം മഹാപുരോഹിതന്റെ മകനായ ഫിനെഹാസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അവിടേക്ക് അയച്ചു. ഈ ബലിപീഠം എന്തിനാണ് നിങ്ങൾ പണിതിരിക്കുന്നത്? നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുവാണോ എന്നൊക്കെ ചോദിച്ചു. ഉത്തരം ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ആ ഉത്തരം ആ പ്രശ്നത്തെ തന്നെ ഇല്ലാതാക്കി. കിഴക്കൻ ഗോത്രങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു: ഞങ്ങൾ ഈ ബലിപീഠം യാഗങ്ങൾ അർപ്പിക്കാൻ ഉണ്ടാക്കിയതല്ല. ഇത് ഒരു സ്മാരകമാണ്, ഓർമ്മപ്പെടുത്താനുള്ള ഒരു സ്മാരകം. ഭാവിയിൽ നിങ്ങളുടെ തലമുറകൾ ഞങ്ങളോട് നദിയുടെ അക്കരെ താമസിക്കുന്ന നിങ്ങൾ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആളുകളല്ല എന്ന് പറയുമോ എന്ന് ഞങ്ങൾ പേടിച്ചു. അതുകൊണ്ട് നാം ഒരേ ജനതയിൽപ്പെട്ടവരാണ് എന്നതിൻ്റെ തെളിവാണ് ഈ സ്മാരകമെന്ന് അവരോട് പറഞ്ഞു. വിശദീകരണം എല്ലാവർക്കും ആശ്വാസം നൽകി. അങ്ങനെ ആ യുദ്ധം ഒഴിവായി. മോശ മരിച്ചതിന് ശേഷം ഓരോ ഗോത്രവും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അടുത്തത്, ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുഴപ്പങ്ങളുമെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ അസാധാരണമായ ഒരു കാര്യം നേടിയെടുത്തു. അത് എന്താണെന്ന് ചോദിച്ചാൽ, നാടോടികളായ മുൻ അടിമകളുടെ ഒരു കൂട്ടം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായി മാറി. മോശ മരിച്ചതിന് ശേഷമാണ് ഈ കാര്യം സംഭവിക്കുന്നത്. 40 വർഷക്കാലം എല്ലാവരും അലഞ്ഞു തിരിഞ്ഞു നടന്നു. സ്വന്തമായി സ്ഥലമില്ലായിരുന്നു, സ്വന്തമായി ഒരു സർക്കാരും ഇല്ലായിരുന്നു. എല്ലാ ദിവസവും അത്ഭുതങ്ങളാൽ നിലനിർത്തപ്പെട്ടു. മരുഭൂമിയിൽ കൂടാരങ്ങളിൽ താമസിച്ചു. അവരൊരു രാഷ്ട്രമല്ലായിരുന്നു, അവർ അലഞ്ഞു തിരിയുന്ന ഒരു മതസമൂഹമായിരുന്നു. എന്നാൽ മോശയുടെ മരണത്തോടെ എല്ലാം മാറി. മോശയുടെ കേന്ദ്രീകൃത നേതൃത്വമില്ലാതെ തന്നെ ഓരോ ഗോത്രവും സ്വന്തം ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷപാതവും തർക്കങ്ങളുമില്ലാതെ ജ്ഞാനത്തോടെ യോശുവ കനാനെ ചീട്ടിട്ട് വിഭജിച്ചു. പെട്ടെന്ന് സ്വന്തമായി വീടില്ലാത്ത ആളുകൾക്ക് സ്വന്തമായി സ്ഥലമുണ്ടായി. വർഷങ്ങളായി കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന എല്ലാവരും കല്ല് വെച്ച് വീടുകൾ പണിയാൻ തുടങ്ങി. നാടോടികളായ ഇടയന്മാർ സ്ഥിരതാമസ കർഷകരായി മാറി. അതൊരു സാമൂഹിക വിപ്ലവമായിരുന്നു. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടായത് രാഷ്ട്രീയ തലത്തിലായിരുന്നു. സീനായ് മലയിൽ മോശ കൊടുത്ത നിയമങ്ങൾ വെറും മതപരമായ കൽപ്പനകൾ മാത്രമാക്കി മാറ്റി. രാജ്യത്തിനു വേണ്ടി പുതിയ നിയമങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങി. ഓരോ പ്രശ്നങ്ങൾക്കും ജനം തമ്മിൽ വിധിക്കേണ്ടി വന്നു. ഓരോ നഗരത്തിലുമുള്ള മൂപ്പന്മാരിൽ നിന്ന് പ്രധാനികളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. വലിയ തർക്കങ്ങൾക്ക് പ്രാദേശിക കോടതികൾ രൂപീകരിച്ചു. ദേശീയ താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ മൂപ്പന്മാരുടെ ഒരു കൗൺസിൽ യോഗം ചേരും. ഒരു സംഘടിത നിയമവ്യവസ്ഥയ്ക്കുള്ള ഒരു രൂപരേഖ രൂപപ്പെടാൻ തുടങ്ങി. മരുഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരെല്ലാവരും എല്ലാം പങ്കിട്ടിരുന്നു. മന്ന എല്ലാവർക്കും തുല്യമായി കിട്ടി. ഇപ്പോൾ സ്വകാര്യ ഭൂമി കിട്ടിയതോടെ സ്വകാര്യ സ്വത്ത് എന്ന ആശയം ഉയർന്നു വന്നു. സാംസ്കാരികമായി ഈ ആഘാതം വളരെ വലുതായിരുന്നു. ഒരു കാലത്ത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ജനത ഇപ്പോൾ കനാനിയർ, ഫിനീഷ്യർ, ഫെലിസ്തീയർ എന്നിവരുടെ ഇടയിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ആ രാജ്യത്ത് ഉണ്ടായി. ഈ കാലഘട്ടം ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. അത് ഏകദേശം 200 വർഷം ഉണ്ടായിരുന്നു. അസ്ഥിരത, വിജയങ്ങൾ, പരാജയങ്ങൾ എന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായ സമയമായിരുന്നു അത്. എന്നാൽ ഈ സമയത്താണ് ഇസ്രായേൽ
ഒരു രാഷ്ട്രമെന്ന നിലയിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയെടുത്തത്. മോശെ മരിച്ചതിന് ശേഷം സംഭവിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.